ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ള അതായത് നിങ്ങളെ സ്നേഹിച്ചിരുന്ന ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ ഈ ഒരു സമയത്ത് എന്നുള്ളൊരു കാര്യവും, അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് ഓർത്ത് അവർ വിഷമിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യവുമാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ ഈ ഒരു റീഡിംഗിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വിട്ടേക്ക്. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം. അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുള്ള ആ ഒരു വ്യക്തി, നിങ്ങളെ സ്നേഹിച്ചിരുന്ന ആ ഒരു വ്യക്തിയാണ്, പക്ഷെ നിങ്ങളിൽ നിന്ന് അകന്നു പോയി. അപ്പോൾ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ടോ, അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ, നിങ്ങളിൽ നിന്ന് അകന്നു പോയത് ഓർത്തിട്ട് അവർക്ക് വിഷമമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ്, അവർ വിഷമിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളിൽ നിന്നും അകന്നു പോയ ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുണ്ടോ, അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാർഡ് പേജ് ഓഫ് വാൻഡ്സ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. പേജ് ഓഫ് വാൻഡ്സ്, ദ ഹെർമിറ്റ് കാർഡ്, 3 of swords, page of pentacles, knight of swords, nine of cups, temperance, justice, high priestess card, 5 of cups, okay, queen of swords, queen of wands. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് മാസ്റ്റർ കാർഡ് നോക്കുകയാണെങ്കിൽ 8 of swords ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നിങ്ങളിൽ നിന്ന് അകന്നു മാറിപ്പോയിട്ടുള്ള ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യവും, അതുപോലെ തന്നെ അവർ നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് നമ്മളിവിടെ നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ ഒരു പേജ് ഓഫ് വാൻഡ്സിന്റെ കാർഡാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കാർഡ് കാണിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് ഒരിക്കൽ നിങ്ങളോടുണ്ടായിരുന്നു വളരെയധികം ഒരു അട്രാക്ഷൻ ഉള്ള ഒരു വ്യക്തിയായിരുന്നു, വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു, വളരെ ശക്തമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു അതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളോട് സംസാരിക്കാനും, അതുപോലെ നിങ്ങളെക്കുറിച്ച് അറിയാനും, നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാനും ഒക്കെ അവർക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ ഏതോ ഒരു ഘട്ടത്തിൽ നിങ്ങൾ സെപ്പറേഷനിലേക്ക് പോയതായിരിക്കാം, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലേക്കോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലേക്കോ ഒക്കെ നിങ്ങൾ പോയിട്ടുണ്ടാകാം എന്നാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഹെർമിറ്റ് കാർഡ് സെക്കൻഡ് വരുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ വളരെ ഒരു ശാന്തമായിട്ട് കാമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവരൊന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു സെപ്പറേഷൻ തന്നെ പറയാം. നിങ്ങളിൽ നിന്ന് അകന്നു പോയതിനു ശേഷം അവർ ഒറ്റയ്ക്കിരുന്ന് ആ ഒരു പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം ഓർത്ത് ആലോചിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് 3 of swordsന്റെ ഒരു കാർഡാണ്. 3 of swords നമുക്കിവിടെ വരുമ്പോൾ അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഒരു 5 of cupsന്റെ എനർജിയും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 കാർഡുകൾ വളരെ ശക്തമായ ഒരു കാർഡുകളാണ്. നിങ്ങളെക്കുറിച്ച് ഓർത്ത് അവർക്ക് വേദന ഉണ്ടോ എന്ന് നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു കാർഡുകൾ പറയുന്നത് ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് അവർക്ക് നിങ്ങൾക്കും ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് ഉള്ളില് ആ ഒരു വേദന, ആ ഒരു ബ്രേക്കപ്പിൽ അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷനിൽ നിന്നുള്ള ആ ഒരു വേദന അവർക്ക് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ അവര് നിങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഡീപ്പായിട്ടുള്ള രീതിയിലുള്ള വിഷമം തന്നെയാണ്.
ഒത്തിരി വിഷമിക്കുന്നു, ഹൃദയം നുറുങ്ങുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അന്ന് വേറൊരു രീതിയിൽ പെരുമാറിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ആ ഒരു ഡിസിഷൻ അല്ലായിരുന്നു ആ ഒരു സമയത്ത് എടുക്കേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഇമോഷണലി ഞാൻ അവരുടെ കൂടെ നിന്നിട്ടില്ല, ഇമോഷണലി കുറച്ചും കൂടി അവരുടെ കൂടെ നിന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇവർക്ക് ഒരു കുറ്റബോധം തോന്നുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നഷ്ടപ്പെട്ട ഒരു റിലേഷൻഷിപ്പ് എന്നൊരു തോന്നല് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്ക് വളരെയധികം ഒരു വിഷമം അവർ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ ഒരു കുറ്റബോധം അവർക്ക് ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. പിന്നെ ഇപ്പോഴത്തെ അവരുടെ ഒരു ചിന്തകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്, അതുപോലെ തന്നെ നൈറ്റ് ഓഫ് സോർട്സ് ഉണ്ട്. ഈ 2 കാർഡുകളാണ് ഇപ്പോഴത്തെ അവരുടെ ചിന്തകൾ കാണിച്ചു തരുന്നത് നമുക്ക്. ചിലപ്പോൾ അവർക്ക് നിങ്ങളുമായിട്ട് വീണ്ടും സംസാരിക്കണമെന്ന് തോന്നാറുണ്ട്, അതുപോലെ തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം എന്നൊക്കെ അവർക്ക് തോന്നാറുണ്ട്. പക്ഷേ ഈ ഒരു ചിന്ത ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ചിന്തയല്ല. ചില സമയങ്ങളിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റ് അതേ കുറച്ച് സമയം കഴിയുമ്പോൾ അവർക്ക് ആ ചിന്ത മാറിയിട്ട് അവർ ചിന്തിക്കുകയാണ്, വേണ്ട, കോണ്ടാക്ട് ചെയ്യേണ്ട, അതിൻ്റെ ആവശ്യമില്ല, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതല്ലേ, ഈ ഒരു സെപ്പറേഷൻ തന്നെ തുടർന്ന് പോകുന്നതാണ് നല്ലത് എന്നൊക്കെയുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്ന എനർജീസ് നമുക്ക്. അപ്പോൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ചിന്തയല്ല ഇത്. അപ്പോൾ ഒരു സമയത്ത് മെസ്സേജ് ചെയ്യണമെന്ന് തോന്നും, പിന്നെ വീണ്ടും ഒന്ന് ഇരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്നൊരു ഡിസിഷനിലേക്ക് പോകുന്നു. അപ്പോൾ അതിന്റെ പിന്നിൽ കുറേ ഒരു ഈഗോയും കൺഫ്യൂഷനും അല്ലെങ്കിൽ സാഹചര്യങ്ങളും ഒക്കെ ആയിരിക്കാം ഇവരെ കൊണ്ട് ഈ ഒരു തരത്തിൽ ചിന്തിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങൾ അവരുടെ ഓർമ്മയിൽ എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 9 ഓഫ് പെൻറ്റക്കിൾസും അതുപോലെ തന്നെ ഒരു ടെമ്പറൻസ് കാർഡ്, ഈ 2 കാർഡുകളാണ് നമുക്കത് പറഞ്ഞു തരുന്നത്. 9 ഓഫ് കപ്സും ടെമ്പറൻസ് പറയുന്നത് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷകരമായ ഓർമ്മയായിട്ടാണ് ഉള്ളത്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ സമയങ്ങൾ അവർ ഇമോഷണലി വളരെയധികം ഫുൾഫില്ലിംഗ് ആയിരുന്നു അവർക്ക് അനുഭവപ്പെട്ടിരുന്നത്. അവരെന്ന മനുഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് ഒരു കംപ്ലീറ്റ് ആയി ഒരു പൂർണ്ണത നേടി എന്ന രീതിയിൽ, ഒരു സ്നേഹത്തിന്റെ പൂർണ്ണത അവരിലേക്ക് വന്നു എന്നുള്ള രീതിയിൽ അവർ ചിന്തിച്ചിരുന്നു നിങ്ങളുമായിട്ട് ആ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത്. അപ്പൊ നിങ്ങളെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള പാസ്റ്റിലെ മെമ്മറീസ് ഒക്കെ അവർക്ക് വരുന്ന സമയത്ത് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഹാപ്പി മൂഡ് അല്ലെങ്കിൽ നല്ലൊരു ഫീലിങ്സ് ഒക്കെ ഉണ്ടാകുന്നു, ഒരു സന്തോഷം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ ഒരു 9 ഓഫ് കപ്സും അതുപോലെ തന്നെ ടെമ്പറൻസ് കാർഡും പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കാറുണ്ട്, അത് അവർക്ക് ഒത്തിരി സന്തോഷം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ചിന്തയല്ല, കുറച്ച് കഴിയുമ്പോൾ അത് വേണ്ട എന്ന് വെക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് അവരുടെ ഒരു ഫീലിങ്സിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട്, അതുപോലെ ഹൈ പ്രിസ്റ്റസ് കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു കാർമിക് ലെസൺസ് ഉണ്ടാകും, അല്ലെങ്കിൽ കാർമിക് ലെസൺസ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നാണ് ഇത് കാണിച്ചു തരുന്നത്. അവർ ചിലപ്പോൾ തങ്ങൾ ചെയ്ത കാര്യങ്ങൾ ശരിയായിരുന്നോ എന്ന് ഈ ഒരു സമയത്ത് ചിന്തിച്ച് വിലയിരുത്തുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളോടുള്ള ചെയ്ത കാര്യങ്ങളിലൊക്കെ അവർക്ക് ഒരു കുറ്റബോധം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അവരത് ഫേസ് ചെയ്യുന്നുണ്ടാകാം. അപ്പൊ ഹൈ പ്രിസ്റ്റീസ് കാർഡ് കാണിക്കുന്നത് അവരുടെ യഥാർത്ഥ ചിന്തകളാണ്. അവർ പുറത്ത് പറയാതെ ഉള്ളില് സൂക്ഷിക്കുന്ന കുറെ ചിന്തകളുണ്ട്. അതാണ് ഈ ഒരു കുറ്റബോധം, ടെൻഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർ ഉള്ളിന്റെ ഉള്ളിൽ സൂക്ഷിക്കുകയാണ്. അവർക്ക് വളരെയധികം വിഷമത്തിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്, റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, ഗിൽറ്റ്, ടെൻഷൻ, ആൻസൈറ്റി ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ഹൈ പ്രിസ്റ്റീസ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഹൈഡ് ചെയ്ത് പിടിച്ചിട്ട് വളരെ കാമായിട്ട്, വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി ആണ് ഇവർ കൊടുക്കുന്നത്. നിങ്ങൾ തമ്മിൽ കാർമിക് കണക്ഷൻ ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു സെപ്പറേഷൻ ഉണ്ടാകുകയും അതുവഴി കുറച്ച് കാർമിക് ആയിട്ടുള്ള ലെസൺസ് ഒക്കെ പഠിക്കേണ്ടതായിട്ട് ഉണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അവരുടെ ഒരു കണ്ണിൽ നിങ്ങളെ അവർ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്യൂൻ ഓഫ് സോർട്സും ക്യൂൻ ഓഫ് വാൻഡ്സും വന്നിട്ടുണ്ട്. അപ്പൊ ഈ 2 കാർഡുകൾ അടുത്ത് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും നിങ്ങളിപ്പോൾ ശക്തമായിട്ടുള്ള ഒരു സ്ട്രോങ് എനർജിയിലുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. ആദ്യമേ ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് സെപ്പറേഷൻ ആയി പോയ സമയത്ത് അവർ ചിന്തിച്ചിട്ടുണ്ടാകാം അവരില്ലാതെ നിങ്ങൾ എങ്ങനെ ഇനി മുന്നോട്ട് പോകും എന്ന രീതിയിൽ ആ ഒരു പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾ വളരെ വീക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, നിങ്ങളെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന രീതിയിലൊക്കെ ചിന്തിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പക്ഷേ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ക്യൂൻ ഓഫ് സോർട്സ് അതുപോലെ തന്നെ നമുക്ക് ക്യൂൻ ഓഫ് വാൻഡ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 കാർഡുകൾ കാണിക്കുന്നത് നിങ്ങളിപ്പോൾ ശക്തമായിട്ടുള്ള ഒരു എനർജിയിലാണ് എന്നുള്ളത് തന്നെയാണ്. നിങ്ങളൊരു ഇൻഡിപെൻഡൻ്റ് ആയി മുന്നോട്ട് പോകുന്നു എന്നാണ് അവർ നിങ്ങളെ കാണുമ്പോൾ അവർ ചിന്തിക്കുന്നത്. നിങ്ങളെ കാണുമ്പോൾ ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി എന്നൊരു ഇമേജ് അവർക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പണ്ട് അവർ നിങ്ങളെ കണ്ടിരുന്നത് ഒരു എന്ത് ചെറിയ ചെറിയ പ്രശ്നം വന്നാലും കരഞ്ഞ് വിഷമിച്ച് ഇരിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ടായിരിക്കാം അവർ നിങ്ങളെ കണ്ടിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾ വളരെ സ്ട്രോങ് ആയി മാറിയിരിക്കുന്നു എന്ന് ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഷോക്കാണ് കൊടുക്കുന്നത് എന്നാണ് നമുക്ക്
നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറി എന്നുള്ളത് അവരെ സംബന്ധിച്ച് അത് അവർക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അപ്പൊ ഇത് എന്തുകൊണ്ട് അവരിപ്പോഴും നിങ്ങളോട് മിണ്ടുന്നില്ല എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു 8 ഓഫ് സോർഡ്സ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇത് കാണിക്കുന്നത് അവർ തന്നെ അവരുടെ ചിന്തകളിൽ പെട്ട് ഇങ്ങനെ പേടികളിലും ഒക്കെ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നതായിട്ടാണ്. അവരായിട്ട് ഓവർ തിങ്ക് ചെയ്തുണ്ടാക്കി വെച്ച കുറെ പേടികളുണ്ട്, കുറെ ചിന്തകളുണ്ട്. അതിനകത്തൊക്കെ അവരിങ്ങനെ കുടുങ്ങി കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇനി അവർ നിങ്ങളിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു റിജക്ഷൻ ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി, അതുപോലെ പാസ്റ്റിലെ കുറെ മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ ഓർത്തിട്ട് അവർക്ക് പേടിയുണ്ട്. പിന്നെ ഇവർക്ക് ഒരു ഈഗോസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് ഈ ഒരു പേഴ്സൺ. ആ ഒരു ഈഗോ കാരണവും വീണ്ടും അവർ നിങ്ങളിലേക്ക് മിണ്ടാനായിട്ടോ അല്ലെങ്കിൽ കോണ്ടാക്റ്റിലേക്ക് വരാനായിട്ടോ അവർ കഴിയാതെ നിൽക്കുന്നത് ഈ 3 കാര്യങ്ങളാണ്. അപ്പൊ ഇത് കാരണമാണ് അവരുടെ ആക്ഷൻ എടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട് അവർക്കുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഓവറുള്ള ഈ കാർഡുകൾ പ്രകാരം ഒരിക്കലും നിങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഒരു പേഴ്സൺ. ചില സമയങ്ങളിൽ നിങ്ങളെ ഓർത്ത് ഈ ഒരു സമയങ്ങളിലൊക്കെ അവർ നിങ്ങളെ ഓർത്ത് വിഷമിക്കുകയും കുറ്റബോധം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരത് പുറത്ത് കാണിക്കാതെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി, ആ തരത്തിലുള്ള ഒരു ക്യാരക്ടർ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ഓർത്തിട്ട് അവർ വിഷമിക്കുന്നുണ്ട് എന്നൊക്കെ തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒരു ചാൻസ് ഉണ്ടോ എന്ന് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യാനുള്ള ചിന്തകളൊക്കെ അവരുടെ മനസ്സിലുണ്ട്. ചില സമയങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇവിടെ പേജ് ഓഫ് പെന്റിക്കിൾസും പേജ് ഓഫ് വാൻഡ്സും വന്നപ്പോൾ നമുക്കറിയാം ചില സമയങ്ങളിൽ അവർക്ക് വീണ്ടും സംസാരിക്കണം എന്നൊരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവര് ഇപ്പൊ എങ്ങനെയായിരിക്കും, നിങ്ങളിപ്പോ എന്തെടുക്കുമായിരിക്കും, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചു നോക്കിയാലോ എന്നൊക്കെയുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ വരുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു കോണ്ടാക്റ്റിന്റെ ഒരു കാര്യം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു റീഡിംഗ് പ്രകാരം ഈ വ്യക്തിക്ക് നിങ്ങളെ വീണ്ടും കോണ്ടാക്ട് ചെയ്യാനുള്ള ചിന്തകൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്, ചിന്തകളുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പക്ഷെ അത് ഉടനെ നടക്കില്ല എന്നുള്ളതാണ്. കാരണം അവർക്കൊരു കുറച്ച് ഫിയർ, ഈഗോ, ഒരു മെന്റൽ ബ്ലോക്ക് എന്നിങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ മാറിയതിനു ശേഷം, അല്ലെങ്കിൽ അതൊക്കെ ഒരു സ്ലോലി ഹീലായി ഇതൊക്കെ ഒന്ന് മാറിയതിനു ശേഷം നിങ്ങളിലേക്ക് ഒരു കോണ്ടാക്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ആളുകൾക്ക് പെട്ടെന്ന് സഡൻ മൊമെന്റിൽ അവരൊരു കോണ്ടാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് അങ്ങനെ ഒരു കോണ്ടാക്ട് ലഭിക്കുക. അത് ഈ ഒരു പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, പാസ്റ്റിലെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവരെ വളരെയധികം ഒരു നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളൊരു അർജിലേക്ക് എത്തും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു ഹൈപ്പിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിങ്ങൾ നല്ല ഹാപ്പി ആയിട്ടൊക്കെ പോകുന്നതായിട്ട് കാണുമ്പോൾ അവർ വിചാരിക്കും, നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. ആ ഒരു ജലസ് പോലത്തെ ഒരു സംഭവം വന്നിട്ട് അങ്ങനെ ഒരു അർജ് ഉണ്ടാവും. എങ്ങനെയാണെങ്കിലും ആ ഒരു അർജ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ ഒരു അട്രാക്ഷൻ ഉണ്ടായിട്ട് നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു കോണ്ടാക്റ്റിൽ വരാനുള്ള ഒരു ചാൻസ് നമ്മളിവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാതെ നോർമൽ ആയിട്ടുള്ള കുറച്ച് ആളുകളെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു കോണ്ടാക്ട് കിട്ടുന്നതായിട്ട് കാണുന്നില്ല. കുറച്ച് സമയം എടുത്ത് ഒരു ഹീൽ ആയതിനു ശേഷം അവരുടെ ഈ റിജക്ഷനോടുള്ള ഭയവും തെറ്റിദ്ധാരണകളും ഒക്കെ പഴയ തെറ്റുകളൊക്കെ മാറി ആ ഒരു പേടിയും കാര്യങ്ങളും ഈഗോയും ഒക്കെ മാറിയതിനു ശേഷം ഒരു കോണ്ടാക്ട് വരാനുള്ള ഒരു ചാൻസ് ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ അങ്ങനെ കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ യഥാർത്ഥത്തിലുള്ള ആ ഒരു ഉദ്ദേശം എന്തായിരിക്കും, വീണ്ടും ഇതുപോലെ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടായിരിക്കുമോ ഈ ഒരു പേഴ്സൺ വരുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിരിക്കും. നിങ്ങളോട് വീണ്ടും സംസാരിക്കാൻ, നിങ്ങളിപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ, ആ ഒരു പഴയ കണക്ഷൻ വീണ്ടും ഫീൽ ചെയ്യിക്കുക എന്നുള്ളതാണ്. അവർക്ക് ഫീൽ വേണം, ആ ഒരു പഴയ കണക്ഷൻ എന്നുള്ള ഒരു ഫീൽ അവർക്ക് കിട്ടണം. ഇത് വലിയൊരു കമ്മിറ്റ്മെന്റ് കൊണ്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കണമെന്നില്ല. ആദ്യം ക്യൂരിയോസിറ്റിയോടോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് എന്നുള്ളൊരു അറ്റാച്ച്മെന്റ് ഒക്കെ, ഒരു അട്രാക്ഷൻ ഒക്കെ തോന്നുന്നത് കൊണ്ടായിരിക്കും. അപ്പം ആ ഒരു, അല്ലെങ്കിൽ ഇവിടെ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റായിട്ട് ഒരു പെരുമാറിപ്പോയി എന്നൊരു തോന്നൽ അവർക്കുണ്ട്. അപ്പൊ നിങ്ങളെ നഷ്ടപ്പെട്ടതിന്റെ ഒരു വേദന അവർക്കുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അവർ ഇൻഡയറക്ട്ലി ഒരു അപ്പോളജി ഒക്കെ പറയാനൊക്കെ ശ്രമിക്കുന്ന രീതിയിലുള്ള കോണ്ടാക്ട് ആണ് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി ഒരു സഡൻ ആക്ഷൻ എടുത്ത് വരികയാണെങ്കിൽ അവർക്കൊരു ഇമോഷണൽ മൂവ്മെന്റ്സ് വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു അർജ് വരും, നിങ്ങളിലേക്ക് എത്തണം, അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം ഒന്ന് കേൾക്കണം, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയതുപോലെ ഒരു തോന്നൽ ആ ഒരു സമയത്ത് പെട്ടെന്ന് ഒരു സഡൻ കോണ്ടാക്ട് നിങ്ങളിലേക്ക് വരും. അപ്പോൾ കൂടുതൽ ചിന്തിക്കാതെ ഒരു മെസ്സേജ് അയക്കാം, പക്ഷെ പിന്നീട് വീണ്ടും ഒരു ഡിസ്റ്റൻസ് എടുക്കാനും അവിടെ ഒരു സാധ്യത വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ
നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വളരെ ഒരു ഹാപ്പി മെമ്മറി ആയിട്ട് തന്നെയാണ് നിലകൊള്ളുന്നത് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സുകൾ കാണിക്കുന്നത് അങ്ങനത്തെ ഒരു ഫീലിങ്സുകളാണ്. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഓർമ്മയായിട്ടാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് സംസാരിച്ചാൽ വീണ്ടും ഒരു ഇമോഷണൽ ബാലൻസ് കിട്ടും എന്നൊരു ഫീലിങ്സ് അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചില കാര്യങ്ങൾ അവർ മനസ്സിൽ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും. പക്ഷെ ഉള്ളിലെ ഒരു ഇമോഷൻസ് കൂടുതൽ ഡീപ്പായിട്ടുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും എന്നാണ് കാണുന്നത്. ഇവിടെ ജസ്റ്റിസ് കാർഡ് കാണിക്കുന്നത് അവർ നിങ്ങളെ ഇപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടും അതുപോലെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളായിട്ടുമാണ് കാണുന്നത്. വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ കോണ്ടാക്റ്റിൽ വന്നാലും അവർ വളരെ കെയർഫുൾ ആയിട്ടായിരിക്കും സംസാരിക്കുക. നിങ്ങൾ ഹർട്ടാകാതിരിക്കാനായിട്ട് അവർ പരമാവധി ശ്രമിക്കും എന്നുള്ളതാണ്. പിന്നെ കോണ്ടാക്ട് വന്നാലും അവർ കംപ്ലീറ്റ്ലി ഒരു ക്ലിയർ ആയ രീതിയിലായിരിക്കണം എന്നില്ല. കുറച്ചൊരു കൺഫ്യൂഷൻസ്, ഒരു മാനിപ്പുലേഷൻ, ഫിയർ, ഓവർ തിങ്കിങ് ഇതെല്ലാം ഇടകലർന്നിട്ടുള്ള രീതിയിലുള്ള ഒരു കോണ്ടാക്ട് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി കോണ്ടാക്ട് ചെയ്താൽ അവരുടെ യഥാർത്ഥ ഉദ്ദേശം ആദ്യം വീണ്ടും സംസാരിക്കുക, നിങ്ങളെക്കുറിച്ച് അറിയുക, പഴയ കണക്ഷൻസ് വീണ്ടും ഫീൽ ചെയ്യുക എന്നതൊക്കെ ആയിരിക്കും. അതിനൊപ്പം തന്നെ പാസ്റ്റിലെ ആ ഒരു റിഗ്രറ്റും ഫീലിങ്സുകളും അതിനോടൊപ്പം ഉണ്ടാകാം. പക്ഷെ അവരെ എല്ലാം തുറന്നു പറയാതെ ഒരു സ്ലോ ആയിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, എന്തായാലും ആ ഒരു ഓർമ്മകളൊക്കെ ആ ഒരു വ്യക്തിക്കുണ്ട്. ആ ഒരു നിങ്ങളെ പിരിഞ്ഞു പോയതിൽ നല്ല രീതിയിൽ അവർ വിഷമിക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ 3 of Swordsന്റെയും അതുപോലെ 5 of Cupsന്റെ കാർഡിലൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നമുക്ക് വന്നിട്ടുള്ളത് ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ട്, എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം പറയാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. അവരുടെ ഫീലിങ്സുകളാണ് നമ്മൾ പറയുന്നത്. യു ആർ മൈ ടിൻ ഫ്ലെയിം. ഓക്കെ, ഇവിടെ ഒരു ടിൻ ഫ്ലെയിം കണക്ഷൻ ഉണ്ട് എന്ന് ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. യു ടച്ച്ഡ് മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരേ ഒരു വ്യക്തി നീയാണ് എന്ന് ഈ ഒരു പേഴ്സൺ പറയുകയാണ്. ഐ ആം ദ ലക്കിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് ബിക്കോസ് യു ലവ് മീ. ഓക്കെ, ഞാനാണ് ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ഭാഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ഭാഗ്യവതിയായിട്ടുള്ള ഒരു വ്യക്തി. കാരണം നിങ്ങൾ എന്നെ സ്നേഹിച്ചു എന്നുള്ളത് ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ആ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു ലക്കിനെസ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഏറ്റവും ഭാഗ്യമായിട്ടുള്ള ഒരാളായിട്ട് ഞാൻ എന്നെ കാണുന്നു എന്നുള്ളതാണ്. ഐ വിൽ കം ബാക്ക് ടു യു. ഓക്കെ, വീണ്ടും അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. റീഡിങ്ങിന്റെ ലാസ്റ്റും അതൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഐ റിയലി വാണ്ട് ടു ബി വിത്ത് യു ബട്ട് ഐ ഡോണ്ട് നോ ഹൗ വി ആർ ഗോയിങ് ടു മേക്ക് ദിസ് വർക്ക്. ഓക്കെ, അവർക്ക് ശരിക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് എങ്ങനെ സാധ്യമാക്കും എന്നതിനെ കുറിച്ച് അവർക്ക് ഒരു ധാരണയില്ല എന്നാണ് അവർ പറയുന്നത്. ഐ ഹൈഡ് മൈ ടിയേഴ്സ് അണ്ടർ മൈ സ്മൈൽ. ഓക്കെ, എൻ്റെ വിഷമങ്ങളെല്ലാം, എനിക്ക് ഒത്തിരി വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അതെല്ലാം എൻ്റെ ഒരു പുഞ്ചിരിയുടെ മറവിൽ ഒളിച്ചു പിടിച്ചിരിക്കുകയാണ് എന്ന് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഐ വിൽ മെസ്സേജ് യു സൂൺ. ഓക്കെ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ പേഴ്സണിന്റെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജോ കോളോ ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ ഐ വിൽ കം ബാക്ക് ടു യു. ഓൾറെഡി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്ന ഈ ഒരു റീഡിങ്ങിൽ നിന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൂടി ഒന്ന് എടുത്തോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് 2002 എന്ന് പറയുന്ന ഒരു വർഷമാണ് കിട്ടുന്നത്. ബേക്കർ, ടാറ്റു ആർട്ട്, നമ്പർ 45, കൊല്ലം ജില്ല എന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ എന്ന് വിചാരിക്കുന്നു. 1987 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഹിയറിംഗ് ഇഷ്യൂസ് ഒക്കെ, ഈ ഒരു സമയത്ത് ഹിയറിംഗ് ഇഷ്യൂസ് ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. സോഷ്യൽ വർക്കർ, 1996, ഫോട്ടോഗ്രാഫി, യു ക്യാൻ ട്രസ്റ്റ്, 1994, ലൈഫ് ചേഞ്ച്, ആലപ്പുഴ ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തൃശ്ശൂർ ജില്ല കിട്ടുന്നുണ്ട്. ബ്ലൂ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളർ. ഇടുക്കി ഡിസ്ട്രിക്റ്റ് എന്നുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇടുക്കി ഡിസ്ട്രിക്റ്റ് എന്നുള്ള ആളാകാനുള്ള ചാൻസ് ഉണ്ട്.
റെയിൻബോ സൈൻസ് ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ റെയിൻബോ സൈൻസ് കാണുന്നുണ്ടാവാം. നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ഇവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 46 പോലീസ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ചാരിറ്റി ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ലൈക്സ് ട്രാവലിംഗ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഡിസംബർ മന്ത് 2005 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 2003 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ജൂലൈ മന്ത്, ഏപ്രിൽ മന്ത്, ലോയർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 1988, 1986, സെപ്റ്റംബർ മന്ത്, നമ്പർ 23, നമ്പർ 43, നമ്പർ 53, 1997, letter A, നമ്പർ 4, 1980 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്.